ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, നമ്മൾ ദണ്ഡവിമോചനത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. പറച്ചിലും എഴുതലും ഒക്കെ നടന്നാലും നമ്മൾ ജീവിതം മാറ്റിയില്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അന്ത്യവിധിയിൽ കർത്താവ് പറയും, ഞാൻ നിന്നെ അറിയുകയേയില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിൽ അധിഷ്ഠിതമായതാക്കാനായിട്ട് ശ്രമിക്കണം ആദ്യമേ തന്നെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ദണ്ഡവിമോചനം സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളെ കുറിച്ചാണ്. നമ്മൾ എന്തിനാണ് ഈ ദണ്ഡവിമോചനങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നത്? പലരും പറയും, ഈ ചേച്ചി പണ്ട് ശുദ്ധീകരണാത്മാക്കളെ കുറിച്ചായിരുന്നു പറഞ്ഞ് മനുഷ്യരെ പേടിപ്പിച്ചത്. ഇപ്പം അതേ കുറേ ദണ്ഡവിമോചനവും കൊണ്ടുവന്നിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ എത്ര നമ്മൾ വഴുതി മാറിയാലും മരണം, തനത് വിധി, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം എല്ലാം കടന്നു പോകണം നമ്മൾ. അതുകൊണ്ട് അത് ഒഴിവാക്കി ജീവിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു സത്യമാണ്. മരണം മനുഷ്യർക്ക് എല്ലാവർക്കും അറിയാം, വലിയൊരു സത്യം. നമുക്ക് ലോകത്ത് വിശ്വസിക്കാവുന്ന ആകെ ഒരു സത്യമുള്ളൂ, മരണം. അത് മാത്രമാണ് നമുക്ക് ഉറപ്പുള്ളത്. ജനിക്കുമെന്ന് ഉറപ്പില്ല, നല്ല കാലം വരുമോ എന്ന് ഉറപ്പില്ല, ജോലി കിട്ടുമോ എന്ന് ഉറപ്പില്ല, കുട്ടി ഉണ്ടാകുമോ എന്ന് ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തെങ്കിലും മരിക്കും. നീ ജനിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മരിക്കും. അപ്പം മരണമാണ് സത്യം. അതുകൊണ്ട് മരണത്തിനപ്പുറം നമുക്കൊരു പിടിപാടൊക്കെ വേണ്ടേ? ഈ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ, പണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് കോളേജിൽ തൊട്ട് നമ്മൾ ചെറുപ്പം തൊട്ട് യാത്ര ചെയ്യുമ്പോൾ കണ്ടക്ടർമാർ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതെങ്ങനെയാണ്? മുകളിൽ പിടിക്ക്, മുകളിൽ പിടിക്ക്, മുറുക്കി പിടിക്ക്, മുകളിൽ പിടിക്ക്. മുകളിൽ പിടിക്കണം, മുറുക്കി പിടിക്കണം. അവിടെ ഒരു സ്ഥാനം, ഒരു സെറ്റപ്പ് ഉണ്ടാവണം മുകളിൽ നമ്മുടെ അക്കൗണ്ട് കൂട്ടാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കാരണം താഴെയുള്ളത് എപ്പോൾ വേണമെങ്കിൽ നമ്മെ വിട്ടു പോകും, അല്ലെങ്കിൽ നാം താഴെയുള്ളതിന് വിട്ട് പോകും. അതുകൊണ്ട് ദണ്ഡവിമോചനത്തെ കുറിച്ച് പറയുന്നേ ഒന്നുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ പണി തുടങ്ങാം. നിങ്ങൾ പുസ്തകമൊക്കെ എടുത്തോ. ഇന്ന് പറയുന്നത് ദണ്ഡവിമോചനം സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളാണല്ലോ. ഈ ദണ്ഡവിമോചനങ്ങളെ കുറിച്ച് ഇങ്ങനെ ഞാൻ പറയാൻ തുടങ്ങിയതിൻ്റെ ലക്ഷ്യം ഞാൻ പറഞ്ഞു, നമ്മൾ അന്ത്യവിധിക്ക് ഒരുക്കാണിത്. എങ്ങനെ നമുക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാം. ഞാൻ കുറച്ച് നാൾ മുമ്പ് ഒരു പാട്ട് കേട്ടു. അത് ഞാൻ ശരിക്കും കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് ആ വലിയൊരു സഹനം അതിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഓരോരുത്തർ ഈ പാട്ടൊക്കെ ഇടുന്നത്. ഞാൻ ഓർക്കണില്ല ആരാണിത് എഴുതിയെന്നും. അതിനെ വല്ലാണ്ട് ടച്ച് ചെയ്തൊരു പാട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ശരിക്കും ആ പാട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇതിന് കുറേ വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകാം. അതിൻ്റെ ആദ്യത്തെ വരി ഇങ്ങനെയാണ്: ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയിൽ തികച്ചങ്ങ് പറന്നു പോകാൻ. ഇതാണ് ആദ്യത്തെ വരി. ഇത് കേട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു അന്ന്. കാരണം ഞാൻ ഏകദേശം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു, മരിക്കുന്നു വിചാരിച്ച്. പക്ഷെ മരിച്ചില്ല. അപ്പോൾ ഈ ഒരുങ്ങിയിട്ടുണ്ടോ ഈ ഒരുക്കാണ് നമ്മൾ ഈ വക ഭക്താഭ്യാസങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, പരിശുദ്ധ കുർബാനി എന്ന മഹാദണ്ഡവിമോചനമുള്ള യാഗബലി യോഗ്യതയോടുകൂടി ഉൾക്കൊള്ളുകയാണെങ്കിൽ പിന്നെ ഒന്നിൻ്റെ ആവശ്യമില്ല. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അപ്പം അതിനുള്ള കുറുക്കു വഴികൾ, അതിന് യോഗ്യത കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? അതാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ പാട്ടിലിങ്ങനെ പറയുന്നുണ്ട്: ഒരു ജീവിതം മാത്രം, അത് വേഗം മാഞ്ഞു പോകും, ആരെതിർത്താലും അത് പോകും നിശ്ചയം. ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, അത് വേഗം കടന്നു പോകും. ആരെതിർത്താലും, ഏത് വലിയവൻ എതിർത്താലും അത് കടന്നു പോകും. അപ്പോൾ ഈ ജീവിതം കടന്നു പോകുന്നതിനേക്കാൾ മുമ്പ് ഒരുങ്ങിയിട്ടുണ്ടോ,
ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധിയെ തികച്ചങ്ങ് പറന്നു പോകാൻ? ആത്മാവ് പറന്നു പോകുന്ന സമയത്ത് വിശുദ്ധി തികച്ചിട്ടുണ്ടോ? അതിനുള്ള കുറുക്കുവഴികളാണ് ഇതൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പങ്കുവെക്കലുകൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ മൂലമാകട്ടെ. ആത്മാവ് ഇവിടെ പ്രവർത്തിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ കോട്ട നമുക്ക് ചുറ്റും നിൽക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മേലെങ്കി നമ്മെ പൊതിയട്ടെ. നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തികളും നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഇടവരുത്തട്ടെ. നമ്മുടെ ഈ പങ്കുവെക്കലിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ചെയ്തു തീർക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാനുള്ള വ്യവസ്ഥകളാണ് പറയുന്നത്. നമ്മൾ വിചാരിക്കും വലിയ മാനസാന്തരമൊന്നും വേണ്ട, അടിച്ചു പൊളിച്ച് നടന്നിട്ട് ഇപ്പോൾ സഭ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ചെയ്തു തീർക്കാം, അപ്പം നമുക്ക് എളുപ്പത്തിൽ സ്വർഗത്തിൽ പോകാം എന്ന് തെറ്റായ ധാരണ വേണ്ട. ഇത് മാനസാന്തരപ്പെടാതെ സ്വർഗത്തിൽ പോകാനുള്ളൊരു വഴിയല്ല, മാനസാന്തരപ്പെടാനുള്ള ഒരു വാണിംഗ് ആണ് ദണ്ഡവിമോചനം. അപ്പം ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ ഡോക്ട്രിൻ ഓഫ് ഇൻ്റലിജൻസ് എന്ന പ്രമാണരേഖയിൽ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാൻ വേണ്ട ചില മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കണമെങ്കിൽ എന്ത് മാനദണ്ഡമാണ് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടത്? നമ്മൾ ദണ്ഡവിമോചനം സഭ നമുക്ക് സൗജന്യമായിട്ട് തരുന്നതാണെങ്കിലും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും അത് അനുവദിച്ചിട്ടുള്ളത് പ്രത്യേക വ്യവസ്ഥകളോടെയാണ്. അതാണ് ആദ്യത്തെ കാര്യം. പ്രത്യേക വ്യവസ്ഥകളോടെയാണ് ദണ്ഡവിമോചനം നമുക്ക് പ്രാപിക്കാൻ പറ്റുള്ളൂ. അത് ലഭിക്കുവാൻ ഒരു വശത്ത് നിർദ്ദേശിക്കപ്പെട്ട പ്രവൃത്തികൾ ചെയ്യണം, മറുവശത്ത് വിശ്വാസികൾക്ക് ആവശ്യമായ നിലപാടും മനോഭാവവും ഉണ്ടാകണം. ഈ ദണ്ഡവിമോചനം എന്ന് കേൾക്കുമ്പോൾ പുച്ഛിച്ച് പുറന്തള്ളി നിൽക്കുകയാണെങ്കിൽ ദണ്ഡവിമോചനം നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി പോട്ടെ, ഭാര്യ പറഞ്ഞതല്ലേ, കയറി നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെങ്കിലും ദണ്ഡവിമോചനം കിട്ടില്ല. അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞതല്ലേ, അമ്മ കുറേ ഇങ്ങനെ പറയുന്നു, നമുക്കൊന്ന് പോവാം അമ്മേനെ സമാധാനപ്പെടുത്താൻ, ഒരിക്കലും ദണ്ഡവിമോചനം കിട്ടില്ല. അത് ലഭിക്കുവാൻ നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തികൾ ചെയ്യണം. ഒന്നാമത് ചെയ്യേണ്ടത് നിർദ്ദേശിക്കപ്പെട്ട പ്രവർത്തികൾ ചെയ്യണം. രണ്ടാമത് ആ വിശ്വാസിക്ക് ആവശ്യമായ നിലപാടും മനോഭാവവും ഉണ്ടാകണം. ഈ ദണ്ഡവിമോചനം എനിക്ക് വേണം എന്നുള്ള നിലപാടും മനോഭാവവും വേണം. മൂന്നാമത് അവർ ദൈവത്തെ സ്നേഹിക്കണം, പാപത്തെ ഉപേക്ഷിക്കണം, ക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ ആശ്രയിക്കണം. ഏറ്റവും അവസാനം, ആദ്യവും അവസാനവുമായിട്ടുള്ള ശരണം ക്രിസ്തുവിൻ്റെ യോഗ്യതയാണ്. അതുപോലെ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്ന വലിയ സഹായത്തിൽ പൂർണ്ണമായി വിശ്വസിക്കണം. വിശുദ്ധരെ തള്ളിപ്പറയുന്നവർ, പരിശുദ്ധാമ്മയെ തള്ളിപ്പറയുന്നവർക്ക് ഒന്നും ഒരു ദണ്ഡവിമോചനം കിട്ടത്തില്ല. അങ്ങനെയാണ് ഇതിൻ്റെ കണ്ടീഷൻസ്. അതുപോലെ മറ്റൊരു വലിയ കാര്യമുള്ളത്, ദണ്ഡവിമോചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സഭയുടെ നിയമാനുസൃതമായ അജപാലകരോട് എല്ലാറ്റിൻ്റെയും മേൽ നമ്മുടെ കർത്താവ് ആടുകളെ മേയ്ക്കാനും സഭയെ ഭരിക്കാനും ഭരമേൽപ്പിച്ചവനും സ്വർഗത്തിൻ്റെ താക്കോൽ വാഹകനുമായ വിശുദ്ധ പത്രോസിൻ്റെ പിന്തുടർച്ചക്കാരോട് വിധേയത്വമുള്ളവരായിരിക്കാൻ വിശ്വാസികൾ മറക്കരുത്. അപ്പോൾ ദണ്ഡവിമോചനം പ്രാപിക്കണമെങ്കിൽ കത്തോലിക്ക സഭ എന്താ സഭ, സീറോ മലബാർ സഭ കുറ്റങ്ങളല്ലാതെ ഒന്നുമില്ല. ഇനിയിപ്പോൾ അതിനെ നയിക്കുന്ന പുരോഹിതന്മാരോ എല്ലാവരും പ്രശ്നങ്ങളാണ്, എല്ലാവർക്കും കുറ്റങ്ങളാണ്, ഒരെണ്ണം ശരിയല്ല. ഇനി ഇതാണ് മനോഭാവം. പക്ഷേ ദണ്ഡവിമോചനത്തിന് ഞാൻ പള്ളികൾ കയറിയിരുന്നു, ദണ്ഡവിമോചനം കിട്ടില്ല. ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ ലഭിക്കേണ്ട വ്യവസ്ഥകളാണ് ഈ പറഞ്ഞത്. നിങ്ങൾ എണ്ണി അത് എഴുതിയെടുത്തോ. ദണ്ഡവിമോചനങ്ങൾ സ്വീകരിക്കാൻ വേണ്ട വ്യവസ്ഥകൾ 7 ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു.
ഈ 7 ആദ്യം നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് ദണ്ഡവിമോചനത്തിന് ഓടിക്കയറിയാൽ മതി. ഇതെല്ലതും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഉപവിയുടെ ശ്രേഷ്ഠതയെ ഊട്ടിയുറപ്പിക്കുകയാണ് ദണ്ഡവിമോചനത്തിലൂടെ. ഉപവിയെ ഊട്ടിയുറപ്പിക്കാനാണ് ഈ ദണ്ഡവിമോചനം. കാരണം എന്താണെന്നോ, ആത്മാർത്ഥമായ മാറ്റമില്ലാതെ ദൈവവുമായിട്ടുള്ള ഐക്യമില്ലാതെയും അവയോടൊപ്പം നിശ്ചയിക്കപ്പെട്ട കാരുണ്യപ്രവൃത്തി ചെയ്യാതെയും ദണ്ഡവിമോചനം സ്വീകരിക്കാൻ ആവില്ല. ഉപവി പ്രവൃത്തികൾ, നമുക്ക് വിശ്വാസം വേണം, ശരണം വേണം, ഉപവി വേണം, സ്നേഹമാണ് സർവോത്കൃഷ്ടം. അതുകൊണ്ട് ദണ്ഡവിമോചനം വെറുതെ അങ്ങോട്ട് നേടിയെടുക്കാൻ പറ്റില്ല. പോൾ 6-ാമൻ മാർപ്പാപ്പ ദണ്ഡവിമോചനങ്ങളുടെ വ്യവസ്ഥകളെ പുതുക്കി പ്രസ്താവിക്കുന്നുണ്ട്. 20 മാനദണ്ഡങ്ങളും നിബന്ധനകളും പാപ്പ നൽകിയിട്ടുണ്ട്. ദണ്ഡവിമോചനം സ്വീകരിക്കാനായിട്ടുള്ള 20 മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് കിട്ടുന്ന ഭാഗികമായതോ പൂർണ്ണമായ ദണ്ഡവിമോചനങ്ങൾ ആത്മീയ അവകാശങ്ങൾ വഴിയായിട്ട് മരിച്ചവർക്ക് നേടിക്കൊടുക്കാം. നമ്മുടെ ഏത് സഹനങ്ങളും പ്രാർത്ഥനകളും ദണ്ഡവിമോചനങ്ങളും നമുക്ക് മരിച്ചവർക്ക് കാഴ്ചവെക്കാം. അതായത് ദണ്ഡവിമോചനങ്ങൾ മരിച്ചവർക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി കാഴ്ചവെക്കാം. പക്ഷെ ദണ്ഡവിമോചനങ്ങൾ നമുക്ക് മരിച്ചവർക്കേ കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ സ്വയം നമുക്ക് അത് നേടിയെടുക്കാം. അതുപോലെ രണ്ടാമത്തെ കാര്യം, പൂർണ്ണ ദണ്ഡവിമോചനം ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ മരണാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ ഒരേ ദിവസം തന്നെ സ്വീകരിക്കാം. മൂന്നാമത്തെ കാര്യം, പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാൻ ദണ്ഡവിമോചനത്തിനോടനുബന്ധിച്ച് ചേർത്തിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യണം. മാത്രമല്ല 3 വ്യവസ്ഥകൾ പൂർത്തിയാക്കണം. 3 വ്യവസ്ഥകളിൽ ഒന്ന് കൗദാശിക കുമ്പസാരം, പരിശുദ്ധ കുർബാന സ്വീകരണം, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന. അപ്പോൾ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞിട്ട് ഒരു ദണ്ഡവിമോചനം സഭ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ചെയ്യേണ്ടതാണ് കുമ്പസാരം, കുർബാന സ്വീകരണം, മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥന. അതുപോലെ എല്ലാ പാപത്തിൽ നിന്നും മുഴുവനായി പിന്തിരിയണം എന്നതും ശ്രദ്ധേയമാണ്. എല്ലാ പാപത്തിൽ നിന്നും മുഴുവൻ, ചിന്തയിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ ഒരു പാപവും പാടില്ല. ഈ വ്യവസ്ഥകൾ പൂർത്തിയാകാണ്ട് വന്നാൽ പൂർണ്ണ ദണ്ഡവിമോചനം ഭാഗികമായ ദണ്ഡവിമോചനമായിട്ട് മാറും. ലഘു പാപത്തിൽ നിന്നു പോലും മുക്തി വേണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒന്നിരുന്ന് ചിന്തിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം ഇന്ന് വരെ കിട്ടിയിട്ടുണ്ടോ? ചിലർ പുത്തമ്പള്ളി കയറി കഴിഞ്ഞാൽ പൂർണ്ണ ദണ്ഡവിമോചനം ഉണ്ട്, പോണ് പുത്തമ്പള്ളിയിലേക്ക്. അപ്പം വിചാരം ഇന്ന് വരെ ചെയ്ത എല്ലാ പാപങ്ങളുടെയും ദണ്ഡവിമോചനം കിട്ടിയെന്നാ. ഇനി അങ്ങനെ നിങ്ങൾ ഒരു പാപവും ഇല്ലാണ്ട് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിച്ചാൽ തന്നെ അത് ഒരു പാപത്തിൻ്റെ ദണ്ഡവിമോചനമാണ്, മുഴുവൻ പാപത്തിൻ്റെ അല്ല. അങ്ങനെ ഓരോ പാപത്തിനും പൂർണ്ണ ദണ്ഡവിമോചനം മേടിക്കണം. അപ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുക. രണ്ടാമത്തെ കാര്യം, ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തിന് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തിയിട്ടാണോ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? പ്രിയ സഹോദരങ്ങളെ, ലഘുപാപം പോലും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? അപ്പോൾ പൂർണ്ണദണ്ഡ വിമോചനം എന്നുള്ളത് നമുക്ക് സ്വപ്നം മാത്രമാണ്. എന്നാൽ ഈ പൂർണ്ണദണ്ഡ വിമോചനം എന്ന് പറയുന്ന കാര്യത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും നമ്മളാൽ കഴിയുംവണ്ണം നമ്മൾ പൂർത്തീകരിച്ചാൽ നമുക്കത് ഭാഗിക ദണ്ഡവിമോചനമായിട്ട് കർത്താവിൻ്റെ കരുണ കൊണ്ട് കിട്ടും. അപ്പോൾ കുറേ ഭാഗിക ദണ്ഡവിമോചനങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഒരു പൂർണ്ണ ദണ്ഡവിമോചനമായി മാറാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണ് ഈശോ എടുക്കുന്നത്, അതുപോലെ പറ്റുള്ളൂ. അപ്പം നമ്മളെന്താ ചെയ്യുന്നത്, ഞങ്ങളെന്താ ചെയ്യുക, ഞാൻ എന്താ ചെയ്യുന്നത്? ദണ്ഡവിമോചനങ്ങളൊക്കെ ഇങ്ങനെ പറയുന്ന പ്രവൃത്തികളും മാർപ്പാപ്പയുടെ നിയോഗപ്രാർത്ഥന ചൊല്ലി കൂട്ടി വയ്ക്കും.
അതെന്തുമാത്രം യോഗ്യതയുണ്ട്, ശരിയായിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളാൽ കഴിയണ വണ്ണം ക്ലാസ്സിൽ നമ്മളത് ഇട്ടുകൊണ്ടിരിക്കും. ജപമാല പ്രാർത്ഥന ചൊല്ലി, കരുണക്കൊന്ത ചൊല്ലി, ബൈബിള് വായിച്ച്, വിശുദ്ധ കുരിശിൻ്റെ കുരിശുമ്മ വെച്ച് പ്രാർത്ഥിച്ച് പല ദണ്ഡവിമോചനങ്ങൾ മാതാവിൻ്റെ കയ്യിൽ കൊടുത്ത് ഇങ്ങനെ ക്ലാസ്സിൽ പരിഹാരത്തിൻ്റെ ക്ലാസ്സിൽ കൂട്ടിയിട്ടേക്കാണ്. അതെല്ലാതും കൂടി നോക്കിയിട്ട് പരിശോധിച്ചിട്ട് വല്ല കരുണയും തോന്നിയിട്ട് നമ്മുടെ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം തന്നാലോ, രക്ഷപ്പെട്ടില്ലേ? ഇനിയിപ്പോൾ എന്തേ ഞങ്ങൾക്ക് ഇങ്ങനെ ദണ്ഡവിമോചനം തരാത്തെ എന്ന് ചോദിക്കാൻ വലിയ അർഹതയൊന്നുമില്ല. കാരണം സ്നേഹമില്ല പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ കുമ്പസാരിച്ചിട്ടുണ്ടാവില്ല, ആത്മാർത്ഥമായ കുമ്പസാരമൊന്നും ആയിരിക്കില്ല. ആ കുമ്പസാരക്കൂട്ടിൽ അച്ഛൻ ഇരുന്നുണ്ട്, വേഗം പോവാം, മാസത്തിൽ ഒരു ദിവസം കുമ്പസാരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, അച്ഛൻ വന്നിരുന്നുണ്ട്, പോവാം. അങ്ങനെയുള്ള കുമ്പസാരമൊന്നും ഈ ദണ്ഡവിമോചനത്തിന് നമുക്ക് ഉപകരിക്കില്ല. ഇനി 4ാമത്തെ കാര്യം, നിർണയിക്കപ്പെട്ട പ്രവൃത്തി ചെയ്തതിന് ശേഷം അനേക ദിവസങ്ങൾക്ക് മുമ്പോ ശേഷമോ 3 വ്യവസ്ഥകൾ പൂർത്തീകരിച്ചാൽ മതിയാകും. എന്നാൽ കുർബാന സ്വീകരണവും മാർപ്പാപ്പയുടെ നിയോഗാർത്ഥമുള്ള പ്രാർത്ഥനയും നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ തന്നെ ചെയ്യണം. അതായത് കുമ്പസാരിക്കാൻ അപ്പം തന്നെ പറ്റിയില്ലെങ്കിൽ കുർബാന സ്വീകരണം വേണം. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു 20 ദിവസങ്ങൾക്ക് മുമ്പോ ശേഷമോ എന്നാണ് നിയമപ്രകാരം ചെയ്തിരിക്കുന്നത്. പക്ഷേ കുർബാന സ്വീകരണവും മാർപ്പാപ്പയുടെ നിയോഗത്തിൻ്റെ പ്രാർത്ഥനയും മുടക്കാൻ പാടില്ല. അത് അന്ന് തന്നെ ചെയ്യണം. നിശ്ചയിക്കപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന അന്ന് തന്നെ അത് ചെയ്യണം. അതുപോലെ വേറൊരു കാര്യം, ഈ കാലാകാലങ്ങളിൽ പുതുക്കപ്പെട്ട ദണ്ഡവിമോചന ആനുകൂല്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു പരമ്പരാഗത പുസ്തകമാണ് എൻക്രിദിയോൺ ഇൻ്റലിജൻസിയാരു. ഈ പുസ്തകം നമ്മുടെ കാലാകാലങ്ങളിലുള്ള ദണ്ഡവിമോചനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് വാങ്ങി വായിക്കാം. ഞാൻ വാങ്ങി വായിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഞാനിതിട്ട് വായിക്കാൻ പോകണമില്ല. എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, എന്ത് പഠിച്ചാലും എന്ത് പുസ്തകം വായിച്ചാലും നിനക്ക് ദൈവത്തെ സ്നേഹിക്കാനും നിൻ്റെ ചുറ്റുമുള്ളവരെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് അതിനാണ്, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാൻ. കാരണം നമ്മളെ വേദനിപ്പിച്ചും ചതിച്ചും വഞ്ചിച്ചും നമ്മുടെ ജീവിതം തകർത്തവരും, അപവാദം പറഞ്ഞവരും, തെറ്റ് ചെയ്യാതെ അപവാദം പറഞ്ഞവരും, നമ്മളെ താഴ്ത്തി കെട്ടിയവരും, അടിച്ച് നിരപ്പാക്കിയവരൊക്കെ ഉണ്ട് നമ്മുടെ ചുറ്റും. അവരെ നമുക്ക് ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ പറ്റണം. അങ്ങനെ പറ്റിയെങ്കിലേ ഈ ദണ്ഡവിമോചനത്തിന് വേണ്ടി പോകണ്ടു. ഇല്ലെങ്കിൽ നീ ഞാൻ മനസ്സിലാക്കിക്കോ, ദണ്ഡവിമോചനമൊന്നും കിട്ടില്ല. പിന്നെ മനുഷ്യരുടെ മുമ്പിൽ ഇന്ന പള്ളി കയറി ദണ്ഡവിമോചനം കിട്ടുമെന്ന് പറഞ്ഞിട്ട് കേട്ടോ ഓടി കയറി. മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ, ഇനി മറ്റുള്ളവരെക്കുറിച്ച് വെറുതെ ഇരുന്ന് കുറവുകളും അപവാദങ്ങളും കുറ്റങ്ങളും പറഞ്ഞ ആളാണെങ്കിൽ ഇതൊക്കെ കണക്ക് കൊടുക്കണ്ടേ? അതുകൊണ്ട് ഇതിലത്തെ പ്രധാന കാര്യം നിൻ്റെ ജീവിതം മാറ്റണം. പരിശുദ്ധ അമ്മ അങ്ങനെയാണല്ലോ പറഞ്ഞത്, റേഡിയോ ഗുഡ് സക്സസിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ശ്രമിക്കണം. ഓരോ പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറയുന്നുണ്ട്, ജീവിതം മാറ്റുക എന്നുള്ളതാണ് പ്രധാനം. അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊരു സംഭവമുണ്ട്. 1999 ഇതിൻ്റെ 4ാമത്തെ പതിപ്പ് ദണ്ഡവിമോചനങ്ങളും പാപപ്രായശ്ചിത്തങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന അപ്പസ്തോലിക് പെനിറ്റൻഷ്യറി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ദണ്ഡവിമോചനത്തിൻ്റെ അതിൽ കുറച്ച് വ്യവസ്ഥകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അതായത് ദണ്ഡവിമോചന പ്രവൃത്തി ചെയ്യുന്ന അതേ ദിവസം തന്നെ കൗദാശിക കുമ്പസാരം, പ്രത്യേകിച്ച് കുർബാന സ്വീകരണം, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഇവ ചെയ്യുന്നതാണല്ലോ ഉചിതം. പക്ഷേ എങ്കിലും നിർബന്ധമില്ല. ഈ 3 കാര്യങ്ങൾ ദണ്ഡവിമോചന പ്രവൃത്തി ചെയ്ത് അനേക ദിവസം, അതായത് 20 ദിവസങ്ങൾക്കും ശേഷമോ മുന്നിലോ ചെയ്താലും മതി. ഇനി അനേക പൂർണ്ണ ദണ്ഡവിമോചനങ്ങൾ നേടിയെടുക്കാൻ ഒരു കുമ്പസാരം മതിയെങ്കിലും ഓരോ പൂർണ്ണ ദണ്ഡവിമോചനത്തിനും പ്രത്യേകം കുർബാന സ്വീകരണവും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വേണം. ഓരോ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ പ്രത്യേകം കുർബാന സ്വീകരണവും മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും വേണം. ഇതൊരു വലിയ സംശയമാണ്. ജെറുത്രൂദിൻ്റെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇനി സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലണം, മാർപ്പാപ്പയുടെ നിയോഗത്തിന് ചെല്ലണം.
അത് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ 1000 ആത്മാക്കൾ രക്ഷപ്പെടും എന്ന് പറയുന്ന ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ അത് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ചൊല്ലണം. അങ്ങനെയാണ് നിയമത്തിൽ പറയുന്നത്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദണ്ഡവിമോചനങ്ങൾ നമുക്ക് വേണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ മരിച്ചവർക്ക് മാത്രം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന വേറൊരാൾക്ക് വേണ്ടി അവ നേടിക്കൊടുക്കാൻ പറ്റില്ല. കാരണം അയാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ടല്ലോ, നേടിയെടുക്കട്ടെ. ശരീരമെന്ന കൂടിലല്ലേ താമസിക്കണേ, നടന്നു പോയിട്ട് അതൊക്കെ നേടിയെടുക്കട്ടെ. പക്ഷെ മരിച്ചവർക്ക് ശരീരമില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ദണ്ഡവിമോചനം കൊടുത്താൽ അത് സ്വീകരിക്കും. പരിശുദ്ധ പിതാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് പൂർണ്ണമാകുന്നത് ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതി ചൊല്ലുന്നതോടുകൂടിയാണ്. പക്ഷേ പണ്ട് പരമ്പരാഗതമായി ചൊല്ലുന്നത് 6 സ്വർഗസ്ഥനായും 6 നന്മ നിറഞ്ഞ മറിയമേയും 6 തൃത്വസ്തുതിയാണ് ചൊല്ലിയിരുന്നത്. ഇപ്പോൾ ഒരു സ്വർഗസ്ഥനായ, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു തൃത്വസ്തുതിയാണ് ചൊല്ലുന്നത്. കാരണം തിരക്കല്ലേ, ലോകത്തിലെ എല്ലാവർക്കും തിരക്കല്ലേ, അതുകൊണ്ട് അതായിരിക്കാം ഇത് മാറ്റിയത്. പ്രിയ കൂട്ടുകാരെ, ഇനി നമ്മൾ കാണുന്നത് ദണ്ഡവിമോചനങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ്. ഈ ദണ്ഡവിമോചനം നൽകാൻ സഭാധികാരികളെ പ്രേരിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യം പാപത്തിൻ്റെ താൽക്കാലിക ശിക്ഷകൾക്ക് പരിഹാരം ചെയ്യാൻ വിശ്വാസികളെ സഹായിക്കുക. കാരണം കുമ്പസാരത്തിലൂടെ നമുക്ക് പറഞ്ഞല്ലോ, നമ്മുടെ ഗിൽട്ട് ഓഫ് സിന്നും പെർമനൻ്റ് ആയിട്ടുള്ള ശിക്ഷയും, അത് നിത്യശിക്ഷ, അതിൽ നിന്ന് നമുക്ക് മോചനം കിട്ടി. പക്ഷേ ടെമ്പററി ആയിട്ടുള്ള പരിഹാരം കിടപ്പുണ്ട്. അതിന് നമ്മളെ സഹായിക്കുകയാണ് ഈ ദണ്ഡവിമോചനങ്ങളിലൂടെ സഭ ചെയ്യുന്നത്. പിന്നെ ഈ ദണ്ഡവിമോചനങ്ങൾ എടുക്കുമ്പോൾ അതിൽ പറഞ്ഞ കണ്ടീഷൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉപവി വർദ്ധിക്കും. അതുപോലെ നമ്മുടെ ക്രിസ്തുവിൽ വിശ്രമിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുടെ സഹായത്തിന് വേണ്ടി ശ്രദ്ധേയമായ വിധത്തിൽ ആ ഉപവി പ്രകടമാക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ സഭ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ ദണ്ഡവിമോചനങ്ങളുടെ ലക്ഷ്യം മാനസാന്തരമില്ലാത്തവർക്കും സ്വർഗം കൊടുക്കാനല്ല, മാനസാന്തരപ്പെടാത്തവരെ മാനസാന്തരപ്പെടുത്താനുള്ള ഒരു ഭക്തകൃത്യമാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു, രക്ഷാകര പദ്ധതിയുടെ ഹൃദയമായ ഉടമ്പടിയുടെ ന്യായപ്രകാരം ഈ ദാനം നാം സ്വീകരിക്കാതെയും നമ്മുടെ പ്രതികരണമില്ലാതെയും നമ്മിലേക്ക് കടന്നു വരില്ല. കൃപ സ്വീകരിക്കാനുള്ള മറ്റു വഴികളെ പോലെ തന്നെ ദണ്ഡവിമോചനത്തിനും ഒരു വേറെ വശം കിടക്കുന്നുണ്ട്. ദണ്ഡവിമോചനം എന്നത് മാനസാന്തരത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള ഒരു തരം കിഴിവ് എന്നതിനേക്കാൾ പൂർണ്ണതയ്ക്ക് നമ്മെ സഹായിക്കുന്നതാണ്. അപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യക്തി എല്ലാ പാപത്തിൽ നിന്നും ലഘുപാപത്തിൽ നിന്നും മോചനം നേടിയെടുക്കണം. ഇപ്പോൾ ഒരുവിധം നമുക്ക് ദണ്ഡവിമോചനത്തിനെ കുറിച്ച് മനസ്സിലായി കാണും. നമ്മൾ ലൂക്കായുടെ സുവിശേഷം 16:9 വായിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചുകൊള്ളുവിൻ. അത് നിങ്ങളെ കൈവെടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ. അധാർമിക സമ്പത്ത് കൊണ്ട്, നമ്മൾ ഇവിടുത്തെ സമ്പത്ത് കൊണ്ടൊക്കെ കുറേ സ്നേഹിതരെ സമ്പാദിച്ചോളാം. നമ്മളൊരാൾക്ക് ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്നേഹിതനെ സമ്പാദിച്ചു, അവൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഈ സ്വത്തൊക്കെ അധാർമികമാണ് എങ്കിലും അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ട് നമ്മൾ വിശുദ്ധരെ നമുക്കായിട്ട് നേടിയെടുക്കുകയാണ്. അവർ നമുക്ക് വേണ്ടി അവർ ഭാവിയിൽ പ്രാർത്ഥിക്കും. നമ്മളെ ഈ സമ്പത്തൊക്കെ കൈവിടുമ്പോൾ, കൈവെടിയുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. സ്നേഹിതർ എന്ന് പറഞ്ഞാൽ വിശുദ്ധർ എന്നാണ് അർത്ഥം. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ 2 കാര്യങ്ങളുണ്ട്. മരണമടഞ്ഞ മനുഷ്യരെ വിശുദ്ധർക്ക് സഹായിക്കാനാകും, മരണമടഞ്ഞവർക്ക് വിശുദ്ധരാൽ സഹായിക്കപ്പെടാനും ആകും. അതുപോലെ തന്നെയാണ് വിശുദ്ധ അംബ്രോസും വിശുദ്ധ അഗസ്റ്റിനും ഈ സുവിശേഷ ഭാഗങ്ങളെക്കുറിച്ച് വ്യാഖ്യാനം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണ്ടി കൂട്ടുകാരെ സമ്പാദിക്കണം. അതായത് സ്വത്ത് ദുർവ്യയം ചെയ്ത കാര്യസ്ഥന് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട കഥയാണ് കർത്താവ് പറഞ്ഞ ഉപമ. അപ്പോൾ
ദാനം നൽകിയ സുഹൃത്തുക്കളുടെ സഹായം അപേക്ഷിച്ചതിനാൽ മരിച്ചവൻ അതൊരു സഹായമായി മാറി. പണ്ട് ദാനം കൊടുത്തവർ ഇവനെ സഹായിക്കുന്നുണ്ട്. ഈ സഹായം നരകത്തിലോ സ്വർഗത്തിലോ ഉള്ളവർക്ക് സ്വീകരിക്കാനാവില്ല. പക്ഷേ ശുദ്ധീകരണ സ്ഥലത്തുള്ളവർക്ക് മാത്രമേ ഈ ദണ്ഡവിമോചനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ആശ്വാസം കിട്ടാൻ കാഴ്ചവെക്കാൻ പറ്റുള്ളൂ. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഇവിടെ നിർത്തുകയാണ്. അന്ത്യവിധിക്ക് ഈശോയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ വിശുദ്ധിയുടെ വസ്ത്രം അണിയാത്തവരെ പുറത്ത് എറിയപ്പെടും, അവിടെ വിലാപവും പല്ലുകടിയുമാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വിശുദ്ധിയുടെ വസ്ത്രം ധരിക്കാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യാൻ നമ്മൾ ഈ ദണ്ഡവിമോചനത്തെക്കുറിച്ചൊക്കെ അറിയുന്നതും കേൾക്കുന്നതും. ഈ കാലഘട്ടത്തിൽ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. വേറെ അതും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവരുടെ കുറവുകളും സഭയുടെ കുറവുകളും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ നിൻ്റെ കുറവ്, ഞാൻ എൻ്റെ കുറവ് നികത്തി ഈ പാട്ടിൽ കേട്ടതുപോലെ ഒരുങ്ങിയിട്ടുണ്ടോ വിശുദ്ധി നിറവിൽ പറന്നുയരാൻ. വിശുദ്ധി നിറച്ച് പറന്നുയരാനായിട്ട് നമ്മുടെ വിശുദ്ധിയെ തികച്ച് പറന്നു വരാൻ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തണം എന്നുള്ളത് ആ പോയിന്റിലേക്ക് നമ്മൾ എത്തും. ചെറിയ പാപങ്ങൾക്ക് പോലും അവിടെ വിധിയുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഞാൻ നേരിൽ കണ്ട 2 ശുദ്ധീകരാത്മാക്കളും എന്നോട് വന്ന് പറഞ്ഞ ഒരൊറ്റ വാചകമേ ഉള്ളൂ. അവർ 2 പേരും കർത്താവിൽ ഒരാൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്ത ഒരാളായിരുന്നു, മറ്റേ ആൾ വിശ്വസിച്ചെങ്കിലും ഉത്തരവാദിത്തങ്ങളൊന്നും ചെയ്യാത്ത ആളായിരുന്നു. 2 പേരും പറഞ്ഞ ഡയലോഗ് ഒന്നാണ്: പിതാവുണ്ടിട്ടോ, വിധിയുണ്ടിട്ടോ, സൂക്ഷിച്ച് ജീവിച്ചോളൂ, നന്നായി ജീവിച്ചോളൂ. ഇതാണ് എന്നോട് പറഞ്ഞ് വെച്ചത്. മരിച്ചു പോയവർ ഇങ്ങനെ പലപ്പോഴും പല സന്ദേശങ്ങളും നൽകും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. ഇനി മറ്റുള്ളവർ ഭ്രാന്തെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതൊന്നും നമ്മൾ നോക്കണ്ട. നമ്മുടെ ദർശനങ്ങളും നമ്മുടെ സന്ദേശങ്ങളും നമ്മുടെ പാപത്തിൽ നിന്നും ഓടിയകലാൻ നമ്മെ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ തികച്ചങ്ങ് പറന്നു പോകാൻ ഈ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ്. ചെറിയ പാപത്തിന് പോലും അവിടെ കണക്ക് കൊടുക്കണം. വിശുദ്ധ പീറ്റർ ഡാമിയൻ്റെ സഹോദരി മരണത്തിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ തീച്ചൂളയിൽ കിടക്കുകയാണ്. അപ്പോൾ വിശുദ്ധ പീറ്റർ ഡാമിയൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, നീ അത്ര വലിയ പാപമൊന്നും ചെയ്തതായി കേട്ടിട്ടില്ലല്ലോ, എന്നിട്ട് എന്തേ ഇങ്ങനെ കിടക്കുന്നേ? അപ്പോൾ സഹോദരി പറഞ്ഞു, സഹോദര, ഞാൻ ആരും അറിയാതെ ചെറിയ മ്ലേച്ഛത നിറഞ്ഞ പാട്ട് കേട്ടിരുന്നു എന്ന്. ഇടയ്ക്കിടയ്ക്ക് മ്ലേച്ഛത നിറഞ്ഞ ഒരു പാട്ട് കേട്ടതിന് പീറ്റർ ഡാമിയൻ്റെ സഹോദരി തീച്ചൂളയിൽ വെന്തുരുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഓരോ ചിന്തകൾക്കും ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മൾ എന്തുമാത്രം ദൈവത്തിന് മുമ്പിൽ വിധിക്കപ്പെടും. നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് കേട്ടോ. കാരണം മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് നിസ്സാരമായി തള്ളിക്കളയും. പക്ഷേ അങ്ങനെ വിശ്വസിച്ചിട്ടുള്ള ആത്മാക്കളാണ് കൂടുതലും ഞാൻ കാണുകയും അവ കൂടുതൽ വേദന അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കർത്താവിൻ്റെ വിധിയെ അവർ തള്ളിക്കളഞ്ഞു. മരണത്തിന് ശേഷം ഒരു ലോകമില്ല എന്നാണ് അവരുടെ വിചാരം. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുക, നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കുക, സ്നേഹിക്കാനായിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ പറ്റണേ. അതിനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് ചോദിക്കാം. വിശുദ്ധ വിൻസെൻ്റ് ഫെററിൻ്റെ സഹോദരിയുടെ മരണശേഷം അവളുടെ ആത്മാവിന് വേണ്ടി വിശുദ്ധൻ കുറേ കുർബാനയും ഒക്കെ നേടിയെടുത്ത് അവൾക്ക് നൽകി. പക്ഷേ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവൾ വിൻസെൻറ്റിന് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ ഇപ്പോഴും പ്രവേശിച്ചിട്ടില്ല, കുറച്ചു കാലം കൂടി ശുദ്ധീകരണം നടത്തേണ്ടതുണ്ട് എന്ന്. അപ്പം നമ്മൾ പലരും പറയും, അപ്പം മരിച്ചു, കൗൺസിലിങ്ങിന് ചെന്നിരുന്നു, ബ്രദർ പറഞ്ഞു അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞു, കയറിപ്പോയിട്ടുണ്ട് നല്ല ഡ്രസ്സ് ഇട്ടിട്ട്, കയറിപ്പോയി. എളുപ്പമല്ല കയറിപ്പോവാൻ. ശുദ്ധീകരണ വണക്കമാസം നമ്മൾ പങ്കുവെച്ചപ്പോൾ ഒരാളെ എത്ര നാൾ കിടക്കേണ്ട വരുന്നത് കൃത്യ കണക്ക് കിട്ടിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ ജീവിതത്തെ
ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതുപോലെ മാറ്റാം. ഇനി കുറേ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അതിന് കുമ്പസാരക്കൂട്ടിൽ നമുക്ക് ആത്മാർത്ഥതയോടെ അനുതാപത്തോടെ കയറിയിട്ട് 2 ശിക്ഷകളിൽ നിന്ന് മോചനം നേടി താൽക്കാലിക ശിക്ഷ അതിനുള്ള പരിഹാരം ചെയ്യാം. അതിനുള്ള പരിഹാരം മരണം വരെ നമ്മൾ ചെയ്യണം. കാരണം ഈ ജീവിതം ആ പാട്ടിൽ പറഞ്ഞ പോലെ അത് വേഗം മാഞ്ഞു പോകും. ആരെതിർത്താലും അത് നിശ്ചയമായും പോകും. അതിൽ മറ്റൊരു വഴി പാടുന്നുണ്ട്. മണ്ണിൽ നേടിയതെല്ലാം നൊടിനേരം പോയിടും, കണ്ടിടും നാം വിണ്ണിൽ ദൂരയാദേശം. മണ്ണിൽ നേടിയതൊക്കെ നൊടിനേരം കൊണ്ട് പോകും. നൊടിനേരം കൊണ്ട് അത് പോകും. ഒന്നുകിൽ നമ്മുടെ കണ്ണടഞ്ഞാൽ ഒക്കെ പോയി. വെറുതെ കുറേ അത് വിചാരിച്ച് ജോലിക്ക് പോകണ്ട, ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് ജോലിക്കൊന്നും പോകണ്ട, സുഖമായിട്ടിരിക്കുക, അങ്ങനെയല്ല. മരണം വരെ നമ്മൾ ജോലി ചെയ്യണം, സമ്പാദിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കണം. പക്ഷേ അതിനെ കെട്ടിപ്പിടിച്ചിരുന്നാൽ വലിയ പ്രശ്നം. അത് പെട്ടെന്ന് പോകും. നമ്മുടെ പെട്ടെന്ന് മണ്ണിൽ നേടിയതൊക്കെ പോകും. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ കാണാൻ ദൂരതേ നമ്മളൊന്നും ഇല്ല എന്ന് പറഞ്ഞതേ സ്വർഗം, ദൂരെ ആ കാനാൻ ദേശം കാണും. അപ്പോഴാണ് നമ്മൾ വേവലാതി പൂണ്ട് ഓടി നടന്നിട്ട് കാര്യമൊന്നുമില്ല, പിന്നെ സഹിക്കേ നിർവാഹമുള്ളൂ. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നോമ്പ് കാലത്തിൽ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. സ്നേഹത്തിൻ്റെ പ്രവൃത്തി, സ്നേഹിക്കാൻ പറ്റണേ, എല്ലാവരും സ്നേഹിക്കാൻ പറ്റണേ. ചതിച്ചിട്ടുണ്ടാകാം, വഞ്ചിച്ചിട്ടുണ്ടാകാം, അപവാദം പറഞ്ഞിട്ടുണ്ടാകാം. പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. ജീവിതം തകർന്നിട്ടുണ്ടാകാം, പക്ഷെ പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ട് ക്ഷമിച്ചോ. അവരെ ഉള്ളുകൊണ്ട് സ്നേഹിക്കാനായിട്ട് ട്രൈ ചെയ്തോ. പറ്റുമെന്ന് ഞാൻ പെട്ടെന്ന് പറയുന്നില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് ഈ നോമ്പ് കാലത്തിൽ കൂടുതൽ പരിത്യാഗ പ്രവർത്തികൾ ചെയ്ത് ഈശോയുടെ പാടുപീടുകളോട് ചേർത്ത് പിതാവിന് നമ്മുടെയും ലോകത്തിൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി കാഴ്ചവെക്കാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമത്തിലെ സ്നേഹാഗ്നി ജ്വാലയിലേക്ക് കാഴ്ചവെക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.